അഷ്ടമുടിക്കായലിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന തേവള്ളി കൊട്ടാരം 1819 ൽ ഗൗരി പാർവതി ബായി രാജകുമാരിയുടെ കാലത്ത് നിർമ്മിച്ചതാണ്. ഇത് കേരളത്തിന്റെ സാംസ്കാരിക നവോത്ഥാനത്തിന്റെ ഏറ്റവും പ്രശസ്തമായ സ്മാരകമായി കണക്കാക്കപ്പെടുന്നു. ഈ പൈതൃക കൊട്ടാരത്തിന് കൗതുകകരമായ ഒരു വാസ്തുവിദ്യാ രൂപകൽപ്പനയുണ്ട്. അത് ബ്രിട്ടീഷ്, ഡച്ച്, പോർച്ചുഗീസ് എന്നിവയുടെ മിശ്രിതമാണ്. അവർ ഈ പ്രദേശത്തെ പ്രധാന വിദേശ കുടിയേറ്റക്കാരായിരുന്നു. ഈ പ്രദേശം അക്കാലത്ത് പഴയ തിരുവിതാംകൂർ രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്നു. തേവള്ളി കൊട്ടാരം ബ്രിട്ടീഷ് താമസക്കാരുമായുള്ള കെട്ടിടപരമായ മീറ്റിംഗ് ഗ്രൗണ്ടും ഭരണ ആവശ്യങ്ങൾക്കായും ഉപയോഗിച്ചിരുന്നു. നിലവിൽ ഈ ഗംഭീരമായ കെട്ടിടവും അതിന്റെ മൈതാനവും വിനോദസഞ്ചാര ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നു. സമൃദ്ധമായ തെങ്ങിൻ തോപ്പുകൾ, ഈന്തപ്പനകൾ, കൊട്ടാരവളപ്പിനുള്ളിൽ ഒരു ശാസ്താക്ഷേത്രം എന്നിവയുണ്ട്. കെട്ടിടത്തിന് മികച്ച ഫിനിഷിംഗ് നൽകുന്നതിനായി മുഴുവൻ കെട്ടിടത്തിനും ലെതറൈറ്റ്, ലൈം പ്ലാസ്റ്ററിംഗ് എന്നിവയുണ്ട്. അത് ഇന്നും മനോഹരമായി കാണപ്പെടുന്നു. ചൂടുള്ള വേനൽക്കാലത്ത് ഇത് കൊട്ടാരത്തിന്റെ ഉൾവശം തണുപ്പിക്കുന്നു. നിലവിൽ ഈ കെട്ടിടം ഇന്ത്യൻ സൈന്യം ഉപയോഗിക്കുകയും പൊതുമരാമത്ത് വകുപ്പ് പരിപാലിക്കുകയും ചെയ്യുന്നു. വിനോദസഞ്ചാരികളെ ദിവസത്തിലെ പ്രത്യേക സമയങ്ങളിൽ മാത്രമേ അനുവദിക്കൂ. രാവിലെ പകൽ 9 മണി കഴിഞ്ഞ് 30 മിനിറ്റ് മുതൽ വൈകുന്നേരം 5 വരെ. എങ്കിലും കൊട്ടാരത്തിന്റെ ചില ഭാഗങ്ങൾ പൊതുജനങ്ങൾക്കായി തുറന്നിട്ടില്ല. കൊട്ടാരത്തിന്റെ അകത്തളങ്ങളിൽ ഭിത്തികളിലോ മറ്റേതെങ്കിലും വസ്തുക്കളിലോ തൊടാൻ നിങ്ങൾക്ക് അനുവാദമില്ല എന്നത് ശ്രദ്ധിക്കുക. മനോഹരമായ അഷ്ടമുടി തടാകത്തിലൂടെ മനോഹരമായ ബോട്ട് സവാരിയിലൂടെയും റോഡ് മാർഗവും ഗംഭീരമായ കൊട്ടാരത്തെ സമീപിക്കാം. അടുത്തുള്ള NH-47 വഴി നിങ്ങൾക്ക് കൊട്ടാരത്തിലേക്ക് പ്രവേശിക്കാം. അത് കൊല്ലം നഗരത്തിലൂടെ കടന്നുപോകുന്നു. കൂടാതെ ഏറ്റവും അടുത്തുള്ള വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന തിരുവനന്തപുരവുമായി ബന്ധിപ്പിക്കുന്നു. പ്രാദേശിക ടൂർ ഓപ്പറേറ്റർമാർക്ക് ഒരു ഡേ ക്രൂയിസ് പാക്കേജ് ഉണ്ട്. അവിടെ നിങ്ങൾക്ക് മനോഹരമായ അഷ്ടമുടിക്കായലിലൂടെയും അതിന്റെ നിരവധി ദ്വീപുകളിലൂടെയും സഞ്ചരിച്ച് പ്രധാന കൊല്ലം നഗരത്തിൽ നിന്ന് 25 കിലോമീറ്റർ അകലെയുള്ള തേവള്ളി കൊട്ടാരത്തിൽ എത്താം. അല്ലെങ്കിൽ പൂർണ്ണമായി എയർ കണ്ടീഷൻ ചെയ്ത കിടപ്പുമുറികൾ, ബാത്ത്, ഷവർ എന്നിവയും നിങ്ങളുടെ ഭക്ഷണത്തിനായി പുതുതായി പിടിച്ച തടാകം മത്സ്യം തയ്യാറാക്കുന്ന അടുക്കളയും ഉൾക്കൊള്ളുന്ന ഗംഭീരമായ ഹൗസ് ബോട്ടുകളിൽ വാടകയ്ക്കെടുക്കാം. കേരളത്തിലെ പ്രശസ്തമായ കായലുകളിലേക്കുള്ള യാത്രാമധ്യേ തേവള്ളി കൊട്ടാരത്തിലൂടെ ഒരു ക്രൂയിസ് നിങ്ങളെ കൊണ്ടുപോകും. കൊട്ടാരത്തിൽ ശ്രദ്ധിക്കേണ്ട പ്രധാന സവിശേഷതകൾ അതിന്റെ അതിശയകരമായ വാസ്തുവിദ്യയും മനോഹരമായ ഇന്റീരിയറുകളും അതിന്റെ പ്രചോദനാത്മകമായ ചരിത്രവും തടാകത്തിലേക്ക് നയിക്കുന്ന സമൃദ്ധമായ പുൽത്തകിടികളും വനപ്രദേശങ്ങളുമാണ്. നിങ്ങൾക്ക് അവിടെ അയൽ ഗ്രാമങ്ങളിൽ ചാരപ്പണി നടത്താനും നീലയുടെ പ്രചോദനാത്മകമായ കാഴ്ചകൾ കണ്ടെത്താനും കഴിയും. ആകാശത്തിന്റെ ഗംഭീര്യമുള്ള നീലനിറത്തിന്റെ പശ്ചാത്തലത്തിൽ പച്ച തടാകം. ഒരു ഫാമിലി പിക്നിക്കിനുള്ള മികച്ച സ്ഥലം. എന്നാൽ നിങ്ങളുടെ മാലിന്യങ്ങൾ ഉത്തരവാദിത്തത്തോടെ സംസ്കരിക്കാൻ ഓർക്കുക. ഈ കൊട്ടാരവുമായി ബന്ധപ്പെട്ട വളരെ റൊമാന്റിക് ഐതിഹ്യമുണ്ട്. അഷ്ടമുടി തടാകത്തിന് കുറുകെ താമസിക്കുന്ന ഒരു ബ്രിട്ടീഷ് റെസിഡന്റ് കൊട്ടാരത്തിൽ താമസിക്കുന്ന സ്ത്രീ ഒരാളുമായി പ്രണയത്തിലാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇരുവരും തമ്മിലുള്ള ബന്ധത്തിന്റെ പ്രധാന ഉറവിടം ബ്രിട്ടീഷ് റെസിഡൻസിന്റെ വളർത്തുനായ ആയിരുന്നു. അവർ അവരുടെ പ്രണയനങ്ങൾ തടാകത്തിന് കുറുകെ കൊണ്ടുപോകുമായിരുന്നു. ഒരു ദിവസം നായയെ ചത്ത നിലയിൽ കണ്ടെത്തി. എന്നാൽ അതിന്റെ മരണത്തിന് പിന്നിലെ കാരണം എക്കാലവും പരിഹരിക്കപ്പെടാത്ത ഒരു നിഗൂഢയാണ്. ഒടുവിൽ നായയുടെ ഓർമ്മയ്ക്കായി കൊട്ടാരവളപ്പിൽ ഒരു സ്മാരകം സ്ഥാപിച്ചു. ഈ വിശ്വസ്ത മൃഗത്തിന്റെ സമർപ്പണത്തിന്റെയും സ്നേഹത്തിന്റെ നിത്യയുടെയും പ്രതീകമായ നായയ്ക്ക് ഈ പ്രത്യേക സ്മാരകം കാണിക്കാൻ പ്രാദേശിക ഗൈഡുകൾക്ക് വളരെ ഇഷ്ടമാണ്. ഒക്ടോബർ മുതൽ ഫെബ്രുവരി വരെയുള്ള സമയത്താണ് ഏറ്റവും നല്ല സന്ദർശന സമയം. അത് ഒരു തീയതിയാക്കുക. അമൃതപുരി യഥാർത്ഥത്തിൽ പറയകടവ്, ലോകപ്രശസ്ത ആത്മീയ ആചാര്യനായ മാതാ അമൃതാനന്ദമയി ദേവിയുടെ പ്രധാന ആശ്രമമാണ്. ആലിംഗന സന്യാസി എന്നും അറിയപ്പെടുന്നു. പല ദക്ഷിണേന്ത്യൻ ഭാഷകളിലും അമ്മ എന്നർത്ഥം വരുന്ന അമ്മ എന്ന പേരിലും അവർ അറിയപ്പെടുന്നു. മാതാ അമൃതാനന്ദമയി മഠത്തിന്റെ അന്താരാഷ്ട്ര ആസ്ഥാനം കൂടിയാണ് ഈ സ്ഥലം. ഇത് കേരള സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്. അതായത് 8 കരുനാഗപ്പള്ളിയിൽ നിന്ന് കിലോമീറ്റർ അകലെ, 29 കൊല്ലത്ത് നിന്ന് കിലോമീറ്റർ അകലെ, ഏകദേശം 110 തിരുവനന്തപുരത്തിന് വടക്ക് 120 കി. മീ കൊച്ചിക്ക് തെക്ക് കി. മീ. ആശ്രമത്തിന്റെ സ്ഥാനം ഇപ്പോൾ അറിയപ്പെടുന്ന പേര് കൂടിയാണ് അമൃതപുരി. അമൃതപുരി 100 ഏക്കർ സ്ഥലത്ത് വ്യാപിച്ചു കിടക്കുന്നു. കൂടാതെ ആസ്ഥാനം കൂടിയാണ്. അമൃത വിശ്വവിദ്യാപീഠം 7 കാമ്പസുകളിൽ ഒന്നാണ് ഇത്. മാതാ അമൃതാനന്ദമയി മഠത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ആഗോള ചാരിറ്റി ഫൗണ്ടേഷനാണ് എംബ്രേസിംഗ് ദ വേൾഡ്. കൊല്ലം ജില്ലയിലെ ചടയമംഗലം ജടായുപ്പാറയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പരിസ്ഥിതി ഉദ്യാനവും വിനോദസഞ്ചാര കേന്ദ്രവുമാണ് ജടായു എർത്ത്സ് സെന്റർ അഥവാ ജടായു നേച്ചർ പാർക്ക്. 64 ഏക്കറാണ് പാർക്കിന്റെ ആകെ വിസ്തീർണം. സംവിധായകനായ രാജീവ് അഞ്ചലിന്റെ നേതൃത്വത്തിലാണ് ഇത് നിർമ്മിച്ചത്. പൊതു സ്വകാര്യ പങ്കാളിത്തത്തിൽ നിർമ്മിക്കുന്ന കേരളത്തിലെ ആദ്യ വിനോദസഞ്ചാര പദ്ധതിയാണിത്. ഇവിടെയുള്ള രാമായണത്തിലെ ജടായുവിന്റെ പ്രതിമ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പക്ഷിപ്രതിമയാണ്. ജടായു രാവണയുദ്ധം ജടായുപ്പാറയിൽ വെച്ചാണ് നടന്നതെന്നാണ് വിശ്വാസം. വെട്ടേറ്റു വീണ ജടായുവിനെ ഓർമ്മപ്പെടുത്തും വിധമാണ് ശില്പം. 200 അടി നീളവും 150 അടി വീതിയും 75 അടി ഉയരവുമുണ്ട് പക്ഷിശില്പത്തിന്. കേരളത്തിലെ ഏറ്റവും മനോഹരമായ വെള്ളച്ചാട്ടങ്ങളിലൊന്നാണ് പാലരുവി വെള്ളച്ചാട്ടം. 300 അടി ഉയരത്തിൽ നിന്ന് കൊല്ലത്തെ ഇടതൂർന്ന ഉഷ്ണമേഖലാ വനത്തിലൂടെ താഴേക്ക് ഒഴുകുന്നു. പാലരുവി എന്ന പദത്തിന്റെ അർത്ഥം മലയാളത്തിൽ പാൽ നീരൊഴുക്ക് എന്നാണ്. കൂടാതെ പാൽ വെളുത്ത പൊട്ടിത്തെറിയുടെ അതിശയകരമായ പശ്ചാത്തലം സൃഷ്ടിക്കുന്നു. അതിന്റെ ശബ്ദം കൊല്ലത്തെ ശാന്തമായ കന്യകാവനങ്ങളിലൂടെ മുഴങ്ങുന്നു.
ഈ അത്ഭുതകരമായ ലക്ഷ്യസ്ഥാനത്തിന് ചുറ്റും പച്ചപ്പ് നിറഞ്ഞ താഴ്വരകളും പ്രകൃതിദത്ത ഔഷധ സസ്യങ്ങളുമുണ്ട്. ഇത് പ്രത്യക്ഷത്തിൽ ഈ വെള്ളച്ചാട്ടത്തെ ഔഷധ ഗുണങ്ങളാൽ സമ്പന്നമാക്കുന്നു. വെള്ളച്ചാട്ടത്തിനടിയിൽ കുളിക്കാനും അതിശയകരമായ ആയുർവേദ ഗുണങ്ങളാൽ പ്രയോജനം നേടാനും ധാരാളം വിനോദസഞ്ചാരികൾ ഈ മനോഹരമായ കാഴ്ച സന്ദർശിക്കുന്നു. മഹാത്മാഗാന്ധി ബീച്ച് ആൻഡ് പാർക്ക് വളരെ രസകരമായ ഒരു സ്ഥലമാണ്. ഇത് ഒരു ബീച്ചും നന്നായി പരിപാലിക്കുന്ന പാർക്കും സംയോജിപ്പിച്ചിരിക്കുന്നു. ഇവിടെ വിനോദസഞ്ചാരികൾക്ക് സ്ഥലത്തിനു ചുറ്റുമുള്ള പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ച് ഇരിക്കാനും വിശ്രമിക്കാനും കഴിയും. കൊല്ലം പട്ടണത്തിൽ നിന്ന് 2 കിലോമീറ്റർ അകലെ കൊച്ചുപിലാമൂട്ടിൽ സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലം 1961-ൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. തീരപ്രദേശത്തുകൂടെ നീണ്ട നടത്തത്തിനും സന്ധ്യാസമയത്ത് ഏറ്റവും ആകർഷകമായി തോന്നുന്ന അറബിക്കടലിന്റെ മനോഹാരിത കാണാനും പാർക്ക് പ്രദേശം അനുയോജ്യമാണ്. ഹൈലൈറ്റുകൾ: മഹാത്മാഗാന്ധി ബീച്ച് ആൻഡ് പാർക്ക് കൗതുകകരമായ സ്ഥലമാണ്. ഇത് നിരവധി പ്രാദേശിക, അന്തർദേശീയ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നു. ഇവിടെയുള്ള കടൽ. കൊല്ലം ജില്ലയിലെ കല്ലട നദിയുടെ തീരത്തുള്ള ഒരു ചെറിയ നഗരമാണ് പുനലൂർ. അതിശയകരമായ പ്രകൃതിദത്ത ചുറ്റുപാടുകൾക്കും അതിമനോഹരമായ ഭൂപ്രകൃതിക്കും പേരുകേട്ടതാണ്. തെങ്ങുകൾ, വാഴത്തോപ്പുകൾ, ഈന്തപ്പനകൾ എന്നിവയും അതിലേറെയും അടങ്ങുന്ന സമൃദ്ധമായ സസ്യജാലങ്ങൾക്ക് ആളുകൾ ഈ സ്ഥലത്തെ അഭിനന്ദിക്കുന്നു. 1850-ൽ സ്ഥാപിതമായ പുനലൂർ പേപ്പർ മിൽസ് എന്ന പേരിൽ പ്രസിദ്ധമായ ഒരു പേപ്പർ വ്യവസായം ഇവിടെയുണ്ട്. ഇത് കേരളത്തിലെ ആദ്യത്തെ വ്യവസായങ്ങളിലൊന്നാണ്. ഇത് പുനലൂരിനെ കൊല്ലത്തിനും സെങ്കോട്ടയ്ക്കും തമിഴ്നാട് ഇടയിലുള്ള ഒരു പ്രധാന വ്യാപാര ഗതാഗത കേന്ദ്രമാക്കി മാറ്റി. പശ്ചിമഘട്ടത്തിന്റെ നടുവിൽ സ്ഥിതി ചെയ്യുന്ന പുനലൂർ നഗരം പശ്ചിമഘട്ടത്തിന്റെ മടിത്തട്ട് എന്നും അറിയപ്പെടുന്നു. ഇത് എല്ലാ വർഷവും ധാരാളം സഞ്ചാരികളെ ആകർഷിക്കുന്നു. കൊല്ലം ജില്ലയിൽ കൊല്ലം താലൂക്കിൽ ചിറ്റുമല ബ്ലോക്കിൽ മൺറോതുരുത്ത് വില്ലേജ് ഉൾപ്പെടുന്ന പ്രദേശമാണ് മൺറോതുരുത്ത് ഗ്രാമപഞ്ചായത്ത്. 1953-ൽ തന്നെ മൺറോതുരുത്ത് പഞ്ചായത്ത് നിലവിൽ വന്നു. ഉമ്മിണിതമ്പിക്കു ശേഷം തിരുവിതാംകൂർ ദിവാനായി നിയമിതനായ ബ്രിട്ടീഷ് റെസിഡന്റ് കേണൽ ജോൺ മൺറോയുടെ നാമധേയത്തിലാണ് ഈ പഞ്ചായത്ത് അറിയപ്പെടുന്നത്. പുനലൂർ താലൂക്കിൽ ഉൾപ്പെട്ട അഞ്ചൽ ബ്ലോക്കിലാണ് തെന്മല ഗ്രാമപഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്നത്. ഇടമൺ, തെന്മല, ഭാഗികം, പിറവന്തൂർ, ഭാഗികം എന്നീ വില്ലേജുകൾ ഉൾപ്പെടുന്ന തെന്മല പഞ്ചായത്തിന് 162.34 കി.മീ വിസ്തൃതിയുണ്ട്. വാർഡുകളുടെ എണ്ണം 16. അതിരുകൾ: കിഴക്ക് ആര്യങ്കാവ്, കുളത്തൂപ്പുഴ എന്നീ ഗ്രാമപഞ്ചായത്തുകൾ, തെക്ക് കല്ലടയാറ്, ഏരൂർ മുതൽ കുളത്തൂപ്പുഴ വരെ, പടിഞ്ഞാറ് പുനലൂർ മുനിസിപ്പാലിറ്റിയും പിറവന്തൂർ ഗ്രാമപഞ്ചായത്തും, വടക്ക് അമ്പനാർ അരുവിയും പിറവന്തൂർ ആര്യങ്കാവ് പഞ്ചായത്തുകളും. 1963-ൽ നിലവിൽ വന്ന തെന്മല പഞ്ചായത്തിൽ ആര്യങ്കാവ് പഞ്ചായത്ത് കൂടി ഉൾപ്പെട്ടിരുന്നു. 1969-ൽ തെന്മല പഞ്ചായത്തിനെ തെന്മല, ആര്യങ്കാവ് എന്നീ പഞ്ചായത്തുകളായി വിഭജിച്ചു. ചരിത്രത്തിൽ: തിരുത്തുക. മൺമറഞ്ഞ ശിലായുഗ സംസ്കാരത്തിന്റെ നിരവധി ചരിത്രാവശിഷ്ടങ്ങൾ തെന്മലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. കല്ലട ജലസേചന പദ്ധതിയുടെ വലതുകനാൽ മേഖലയിൽ നിന്നു ലഭിച്ച പുരാതന ഗൃഹോപകരണങ്ങൾ പ്രത്യേക ചരിത്രപ്രാധാന്യമർഹിക്കുന്നു. പാണ്ഡ്യ രാജാക്കന്മാരുടെ ഭരണകാലത്തു നിർമ്മിച്ച മാമ്പഴത്തറ ക്ഷേത്രം തെന്മലയിലെ പുരാതന ആരാധനാലയം എന്നതിനൊപ്പം ചരിത്രപരമായ പ്രസിദ്ധിയും പേരുന്നു. കൊല്ലം ജില്ലയിലെ തങ്കശ്ശേരി ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന വിളക്കുമാടമാണ് തങ്കശ്ശേരി വിളക്കുമാടം. 144 അടി ഉയരമുള്ള ഈ വിളക്കുമാടം കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള വിളക്കുമാടമാണ്. ആദ്യകാലത്ത് മണ്ണെണ്ണ വിളക്കിൽ ജ്വലിച്ചിരുന്ന ഈ വിളക്കുമാടം ഇപ്പോൾ വൈദ്യുതി ഉപയോഗിച്ചാണ് പ്രകാശിപ്പിക്കുന്നത്. വിളക്കുമാടത്തിലെ വെളിച്ചം 13 മൈൽ ദൂരെ നിന്നു വരെ കാണാൻ കഴിയും എന്നതിനാൽ കപ്പലുകൾക്കും മത്സ്യബന്ധന ബോട്ടുകൾക്കും ദിശയറിയാൻ സാധിക്കുന്നു. കുത്തബ് മിനാറിലെപ്പോലെ പിരിയൻ ഗോവണി കയറി വേണം വിളക്കുമാടത്തിന്റെ മുകളിലെത്താൻ. ഭാരത സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള ഇവിടെ ഇടക്കാലത്ത് സന്ദർശകരെ നിരോധിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ സന്ദർശകരുടെ മേലുള്ള വിലക്കുകൾ നീക്കിയിട്ടുണ്ട്. പോർച്ചുഗീസുകാരുടെയും ഡച്ചുകാരുടെയും ഇംഗ്ലീഷുകാരുടെയും പ്രതാപൈശ്വര്യങ്ങൾ കണ്ടറിഞ്ഞ തങ്കശ്ശേരിയിലേക്ക് ഇപ്പോൾ സന്ദർശകരെ ആകർഷിക്കുന്ന പ്രധാന ഘടകം വിളക്കുമാടത്തിന്റെ പ്രഭാവലയം തന്നെ. സാമ്പ്രാണിക്കോടി. സ്വപ്നസഞ്ചാരികൾ. അഷ്ടമുടി കായലിന്റെ നടുവിലുള്ള തുരുത്ത് എന്ന നിലയിലാണ് സാമ്പ്രാണിക്കോടി സഞ്ചാരികളുടെ ഹൃദയത്തിലേറിയത്. കൊല്ലം തൃക്കരുവ ഗ്രാമപഞ്ചായത്തിലെ പ്രാക്കുളത്തിന്റെ തെക്കേയറ്റത്തുള്ള മുനമ്പാണ് സാമ്പ്രാണിക്കോടി ഒരു തുരുത്തും കൂടിയാണ്. ഈ തുരുത്തിൽ നിങ്ങൾക്ക് അരക്കൊപ്പം വെള്ളത്തിലിറങ്ങി അപകടമില്ലാതെ നിൽക്കാം. കാഴ്ചകൾക്ക് ഭംഗിയേകുവാനായി ചുറ്റിലും കണ്ടൽച്ചെടികളും കാണാം. തീരത്തു നിന്നും 350 മീറ്റർ മാറിയാണ് തുരുത്തുള്ളത്. ദേശീയ ജലപാതയ്ക്കായി കായലിന്റെ ആഴം കൂട്ടിയപ്പോൾ മണ്ണ് കൂട്ടിയിട്ട സ്ഥലമാണ് തുരുത്തായി മാറി സാമ്പ്രാണിക്കൊടി ആയത്.